ും അഫ്സലുൽ ഉലമ പ്രിലിമിനറി ഫസ്റ്റ് ഇയറിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അഫ്സലുൽ ഉലമ പ്രിലിമിനറി ഫസ്റ്റ് ഇയറിലെ പ്രോസിലെ പ്രധാനപ്പെട്ട ഒരു പാഠമായ ജുഹ വസായിൽ, ജുഹയും ഭിക്ഷക്കാരനും എന്ന പാഠമാണ്. അറബി ഭാഷയിലെ കൊമേഡിയൻ ക്യാരക്ടറാണ് ജുഹ. അറബി ഭാഷയിലെ തമാശയുടെ സിംബലാണ് ജുഹ എന്ന കഥാപാത്രം. ജുഹ ഒരു ദിവസം വീടിൻ്റെ മുകളിലത്തെ നിലയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ താഴെ ഒരാൾ വാതിലിൽ മുട്ടി. അപ്പോൾ അയാളോട് ജുഹ ചോദിച്ചു, എന്താ കാര്യം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ താഴേക്കൊന്ന് വരുമോ, ഒരു കാര്യം സംസാരിക്കാണ്ട്. അപ്പോൾ ജുഹ താഴേക്ക് ഇറങ്ങി വന്നു. എന്നിട്ടോട് ചോദിച്ചു, എന്താ കാര്യം? എനിക്ക് നിങ്ങളൊരു ഭിക്ഷ തരുമോ, എന്തെങ്കിലും തരുമോ, വല്ലതും തരുമോ? അപ്പോൾ ഭിക്ഷക്കാരനായിരുന്നു അയാൾ. ജുഹക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം പിടിച്ചു. ജുഹ അയാളോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ മുകളിലോട്ട് വരൂ. അങ്ങനെ ജുഹ അയാളെ വീടിൻ്റെ മുകളിലത്തെ നിലയിലാക്കിയിട്ട് നിങ്ങൾക്ക് അള്ളാഹു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഭിക്ഷക്കാരൻ ചോദിച്ചു, എന്താ നിങ്ങൾ ചെയ്തത്? നിങ്ങൾ തരുന്നില്ലെങ്കിൽ താഴേന്ന് പറഞ്ഞാൽ പോരെ? അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ താഴേക്ക് ഇറക്കിയത്? അപ്പോൾ പകരത്തിന് പകരം ചോദിക്കുകയാണ് ജുഹ ചെയ്തത്. അപ്പോൾ ജുഹ ഒരു കൊമേഡിയൻ കഥാപാത്രമാണ്. കാന ജുഹയായിരുന്നു ഫിത്വാബക്കിൽ അഅല, ഒന്നാം നിലയിലിരുന്നു. മിമ്മൻസിലി, വീടിൻ്റെ ഒന്നാം നിലയിലിരുന്നു ജുഹ. ഫത്തറഖ ബാബഹു അഹദുൽ അഷ്ഖാസ്, ഏതൊരു ചങ്ങായി വന്നിട്ട് വാതിലിൽ മുട്ടി. കാല ജുഹ ചോദിച്ചു, മാതാ തുരീത്സ്, എന്താ വേണ്ടത്? കാല, ആ ചങ്ങായി പറഞ്ഞു, ഇൻസിലൽ അസ്ഫൽ, താഴേക്കൊന്ന് വരുമോ? ഫനസല ജുഹ, അങ്ങനെ ജുഹ താഴത്തേക്ക് ഇറങ്ങി. ഫഖാല റജൂലു, അയാൾ പറഞ്ഞു, അന ഫക്കീറുൽ ഹാൽ, ഞാനൊരു പാവപ്പെട്ട ആളാണ്. ഉരീദു ഹസനത്തൻ, എന്തെങ്കിലുമൊക്കെ തരുമോ? അപ്പോൾ ജുഹക്ക് ദേഷ്യം പിടിച്ചു. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, ജുഹക്ക് എപ്പോഴാണ് ദേഷ്യം പിടിച്ചതെന്നുള്ള ചോദ്യം വരാറുണ്ട്. ജുഹക്ക് അപ്പോൾ ദേഷ്യപ്പെട്ടു. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ലാക്കിൻ പക്ഷേ കത്തമകൈലഹു, അദ്ദേഹം ദേഷ്യം മറച്ചു പിടിക്കുക ചെയ്തത്. കാല ജുഹ പറഞ്ഞു, ഇത്തബീനി, ഫോളോ മീ, എൻ്റെ കൂടെ വരൂ. സൊയ്ദ ജുഹ കയറി. ഇല അയലൽ ബൈറ്റ്സ്, വീടിൻ്റെ മുകളിലേക്ക് കയറുന്നു. വർറജുലിത്തബഹു, അയാളാണെങ്കിലോ കൂടെയും വന്നു. വസ്വലാഫി തോബക്കിൽ അയല, അങ്ങനെ രണ്ടുപേരും മുകളിലത്തെ നിലയിലെത്താണ്. ഫഖാല ജുഹ പറഞ്ഞു, അള്ളാഹു യുഅ്തീക, അള്ളാഹു തരും നിങ്ങൾക്ക് പൈസ. സഅൽ ഫക്കീർ, ഫക്കീർ ചോദിച്ചു, ലിമ ലം തഖുൽ ഫിൽ അസ്ഫൽ, എന്തേ താഴത്ത് തന്നെ നിങ്ങൾ പറയുന്നത്? കാല ജുഹ ചോദിച്ചു, ലിമാൻ സൽത്തനി, നിങ്ങളെന്തിനാ എന്നോട് താഴത്തുനിന്ന് മേലിന്ന് താഴേക്ക് വരാൻ പറഞ്ഞ്? ഞാൻ മേലിൽ തന്നെ നിങ്ങളോട് കാര്യം ചോദിച്ചല്ലോ. അപ്പോൾ ഇതാണ് ജുഹൻ്റെ ഒരു വിറ്റിക്കായിട്ടുള്ളൊരു കഥ. ഇനി നമുക്ക് വീണ്ടും ജുഹൻ്റെ കൊമേഡിയനായിട്ടുള്ള ഒരു കഥ പറയാം. ഒരാളൊരു വീടിൻ്റെ പൊരിച്ചിറച്ചൊക്കെ വെക്കണേ, ഷവായൊക്കെ വെക്കണേ ഒരു കടൻ്റെ മുന്നിൽ നിന്ന് റൊട്ടി ഇങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ ആ പൊരിച്ചിറച്ചിയുടെ ഗന്ധമുണ്ട്. ആ ഗന്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇയാൾ റൊട്ടി കഴിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ കടയത്തെ ആൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടുത്തെ പൊരിച്ചിറച്ചിയുടെ ഗന്ധം ആസ്വദിച്ചതല്ലേ, അതുകൊണ്ട് അതിന് പൈസ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ പാവപ്പെട്ട ആളാണ്, എൻ്റെ അടുത്ത് പൈസ ഇല്ലായിരുന്നു. അങ്ങനെ ഈ പ്രശ്നം കാദിയരത്തെത്തി. കാദി ജുഹയാണ്. ജുഹ പറഞ്ഞു, അതാണല്ലോ പ്രശ്നം, പൊരിച്ചിറച്ചിയുടെ വാസനക്കുള്ള പൈസ കൊടുത്തില്ല, അതല്ലേ നിങ്ങളുടെ പ്രശ്നം. അപ്പോൾ ജുഹ എന്ത് ചെയ്തു? അയാളെ പോക്കറ്റിൽ നിന്ന് ഒരു 20 രൂപ എടുത്തു. എന്നിട്ട് നാണയമാണ്, ആ നാണയം ഒന്ന് കിലുക്കിയിട്ട് പിന്നെ കടക്കാരനോട് പറഞ്ഞു, ആ കിലുക്കണ്ടല്ലോ, അതുതന്നെയാണ് അതിൻ്റെ പൈസ. നാണയത്തിൻ്റെ കിലുക്കങ്ങൾ കേട്ടല്ലോ, ആ കിലുക്കം തന്നെയാണ് ഇതിൻ്റെ പൈസ എന്ന് പറഞ്ഞു. നോക്കൂ, ശിവ, പൊരിച്ച ഇറച്ചിയുടെ ഗന്ധത്തിൻ്റെ വില. വഖഫ റജുലുൻ ഫക്കീർ, ഒരു പാവപ്പെട്ട ആൾ നിന്നു. എവിടെ നിന്നത്? അമാമ, മുന്നിൽ. മഹല്ലി, ഒരു കടയുടെ മുന്നിൽ. യശ്വിൽ ലുഹൂമ, ഇറച്ചി പൊരിക്കുന്ന. യഅ്കുലു, അവൻ കഴിക്കുന്നുണ്ട്. റഗീഫൻ, ഒരു റൊട്ടി. അലാ റായിഹത്തി ശിവാ, പൊരിച്ച ഇറച്ചിയുടെ ഗന്ധം ആസ്വദിച്ച്. ഫത്വലബ സ്വാഹിബുൽ മഹൽ, ആ കടക്കാരൻ ആവശ്യപ്പെട്ടു. സമന, വില. റായിഹത്ത് ശിവ, പൊരിച്ച ഇറച്ചി കഴിച്ചതിൻ്റെ ഗന്ധത്തിൻ്റെ പൈസ ആവശ്യപ്പെട്ടു. അപ്പോഴോ ഹത്താ, അങ്ങനെ വസ്വല ഹാദൽ അമ്രു, ഈ കാര്യത്താണ് ലിൽ ഖാലി, ഖാലിയുടെ മുന്നിലെത്താണ് ഈ പ്രശ്നം. കാരണം ഈ പാവപ്പെട്ട ആൾക്ക് പൈസ കൊടുക്കാൻ കഴിയില്ലല്ലോ.
അന്ന് ആരാണ് അവിടുത്തെ കാളി? കാന ജുഹ, ജുഹയായിരുന്നു. അൽ ഖാദിയ, ഖാദി ആരായിരുന്നു? ജുഹയായിരുന്നു. കാല സ്വാഹിബുൽ മഹല്ല്, ആ കടയിലത്തെ ആൾ പറഞ്ഞു. അങ്ങനെ ഈ കടക്കാരൻ ഈ ഖാദിൻ്റെ മുന്നിൽ പ്രശ്നം അവതരിപ്പിക്കുകയാണ്. ഇയാൾ ഞങ്ങളുടെ കടയിൽ നിന്ന് ഒരു റൊട്ടി തിന്നു. ആ റൊട്ടി കഴിച്ചത് ഈ പൊരിച്ച ഇറച്ചിയുടെ ഗന്ധം ആസ്വദിച്ചിട്ടാണ്. ആ പൊരിച്ച ഇറച്ചിയുടെ ഗന്ധം ആസ്വദിച്ചതിൻ്റെ പൈസ അയാൾ തന്നിട്ടില്ല. അതാണ് പരാതി. വളരെ വിചിത്രമായിട്ടുള്ള ഒരു പരാതിയാണ്. ഈ പരാതി എങ്ങനെയാണ് ഈ ന്യായാധിപൻ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് എന്താണ്, വളരെ മനോഹരമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. കാല സ്വാഹിബുൽ മഹല്ല്, ഇയാളെന്താ പറഞ്ഞത്? ഹാദർ റജുലു, ഇയാൾ അക്കല റഗീഫ, റൊട്ടി തിന്നു. അലാ റായിഹത്തി ഷിവായി, ഈ പൊരിച്ച ഇറച്ചിയുടെ ഗന്ധം ആസ്വദിച്ച്. ലം യദ്ഫ സമനൻ, അദ്ദേഹം പൈസ നൽകിയില്ല. അപ്പോൾ ജുഹ എന്ന് പറയുന്ന വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരു ന്യായാധിപൻ, ഒരു കോമഡിക്കപ്പുറം ബുദ്ധിയും പ്രായോഗിക ബുദ്ധിയൊക്കെ അടങ്ങുന്ന ഒരു ന്യായാധിപനാണ് ജുഹ. ഫഅഖ്റജ ജുഹ, ജുഹ പുറത്ത് എടുത്തു. മിൻ കീസിൻ, അയാളുടെ കീശയിൽ നിന്ന് പുറത്തെടുക്കാണ്. നുഖൂദൻ, ധാരാളം നാണയങ്ങൾ എടുത്തു. വറന്നഹ, ആ നാണയത്തെങ്ങനെ കിലുക്കി. അലത്വാവിലെത്തി, മേശൻ്റെ മുകളിൽ വെച്ചിട്ട് കിലുക്കാണ്. കിലുക്കിയിട്ട് ഫഖാല ലഹു ജുഹ, ജുഹ അയാളോട് പറയുന്ന വാക്കുണ്ട്. അതാണ് അതിലെ കോമഡി. ചിന്തയും കോമഡിയൊക്കെ അടങ്ങണ ഒരു കണ്ടൻ്റ് അവിടെയാണ്. ജുഹ പറഞ്ഞു, ഹാദാ സമനു, ഇതാണ് വില. റായിഹത്തി ശിവായിക്ക, പൊരിച്ച ഇറച്ചിയുടെ ഗന്ധം ആസ്വദിച്ചതിൻ്റെ വില എന്താ? റനീനുൻ നുഖൂദ്, അതാണ് അവിടുത്തെ പോയിന്റ്. റനീന് എന്ന് പറഞ്ഞാൽ കിലുങ്ങി, ആ നാണയക്കിലുക്കം. നാണയക്കിലുക്കം തന്നെയാണ്. നിങ്ങളിപ്പോൾ പൊരിച്ചിറച്ചിയുടെ ഗന്ധത്തിനാണല്ലോ പൈസ ചോദിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ആ ഗന്ധത്തിൻ്റെ പൈസ തന്നെ എന്താ? ഈ റനീൻ. അപ്പോൾ കുറച്ച് നാണയത്തുട്ടുകൾ കിലുക്കിയിട്ട് പറയാണ്. ഈ കിലുക്കണ ശബ്ദം ഉണ്ടല്ലോ, അത് തന്നെയാണ് നിങ്ങളുടെ പണം. അപ്പോൾ ഇതിപ്പോൾ 2 കോമഡീസാണ് നമ്മൾ പഠിച്ചത്. ഇത് 2 പരീക്ഷ ചോദ്യം ഉണ്ടാവാറുണ്ട്. ജുഹ എപ്പോഴാണ് ദേഷ്യം പിടിച്ചതെന്നുണ്ടാകാം. അതുപോലെ സമനു റായത്ത് ശിവാഗ് എന്ന് ആ ഒരു പ്രശ്നത്തെ എങ്ങനെയാണ് ജുഹ ഡീൽ ചെയ്തതെന്നൊക്കെ ചോദ്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട പ്രിലിമിനറി ഫസ്റ്റ് ഇയറിലെ പ്രോസിലെ രണ്ട് ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കാം ഇൻഷാ അല്ലാഹ്.